മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എൻജിനീയറിംഗ് CME എന്നുള്ള സബ്ജക്റ്റിൻ്റെ റിവിഷൻ ക്ലാസ്സാണ്. ആദ്യത്തെ റിവിഷൻ ക്ലാസ്സാണ്. നമുക്കറിയില്ല ഇനിയൊരു റിവിഷൻ ക്ലാസ് കിട്ടുമെന്ന്. എന്നാലും നമുക്ക് പറ്റാവുന്നിടത്തോളം ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെ കുറേയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ഒക്കെ നിങ്ങൾ കുറേയൊക്കെ മറന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു റിവിഷൻ ക്ലാസ്സായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം പാറ്റേൺ പഴയ കൊറോണ പാറ്റേൺ പോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാവുക. 3 മൊഡ്യൂളായിരിക്കും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരിക. 75 മാർക്കിൻ്റെ 30 മാർക്ക് ജയിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും 3 മൊഡ്യൂൾ നല്ല വൃത്തിക്ക് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ മൊഡ്യൂൾ 1 നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ തന്നെ ഏകദേശം വലിയൊരു മൊഡ്യൂളാണ് അല്ലേ? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. കുറേ ടോപ്പിക്കുകൾ അതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇങ്ങനെ പോവാം. ഓക്കെ, ഏതൊക്കെയാണ് ഓരോ പോർഷനിൽ നിന്ന് നിങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ പറഞ്ഞ പോലെ സ്ട്രക്ചറൽ ബിൽഡിംഗ് മെറ്റീരിയലിൽ നമ്മളുടെ സ്റ്റോൺ അല്ലെങ്കിൽ റോക്ക് ഏത് വേണമെങ്കിലും പറയാം. സ്റ്റോണിനായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. റോക്കിന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ സ്റ്റോണിനായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. മിക്കവാറും സ്റ്റോൺ ആയിരിക്കും ചോദിക്കുക. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺസ്. ഓക്കെ, അപ്പോൾ അതിൽ 3 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ആദ്യത്തേത് ജിയോളജിക്കൽ, രണ്ടാമത്തേത് ഫിസിക്കൽ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്കാണ്. ഓക്കെ, ഇഗ്നിയസ് റോക്കിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് ഗ്രാനൈറ്റ് ആണ്. ഓക്കെ, രണ്ടാമതായിട്ട് വരുന്നത് സെഡിമെൻ്ററി റോക്കാണ്. ഓക്കെ, സെഡിമെൻ്ററി റോക്കിൽ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സാൻഡ്സ്റ്റോൺ. പിന്നെ മൂന്നാമതായിട്ട് വരുന്നത് മെറ്റാമോർഫിക് റോക്കാണ്. ഓക്കെ, ജിയോളജിക്കലിൽ വരുന്ന 3 റോക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് എന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമേഷൻ, റോക്കിൻ്റെ ഫോർമേഷൻ്റെ ബേസിസിലാണ് നമ്മൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്: ഇഗ്നിയസ്, സെഡിമെൻ്ററി, മെറ്റാമോർഫിക്. ഇഗ്നിയസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രാനൈറ്റ്, സെഡിമെൻ്ററിൻ്റെ എക്സാമ്പിൾ സാൻഡ്സ്റ്റോൺ, മെറ്റാമോർഫിക്കിൻ്റെ എക്സാമ്പിൾ മാർബിൾ. ഓക്കെ, ഇനി വരുന്നത് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ്. ഫിസിക്കലിൽ 3ആയിട്ടാണ് നമ്മൾ തരംതിരിച്ചിട്ടുള്ളത്. ഫിസിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ, പിന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ്. അതിൻ്റെ ബേസിസിലാണ് നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുള്ളത്: സ്ട്രാറ്റിഫൈഡ്, അൺസ്ട്രാറ്റിഫൈഡ്, ഫോളിയേറ്റഡ്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പല ലെയറുകളും ഉണ്ടാവും. ഓക്കെ, പല ലെയറുകളായിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ആ തരത്തിലുള്ള റോക്കിനെയാണ് സ്ട്രാറ്റിഫൈഡ്. അതിൻ്റെ എക്സാമ്പിളാണ് സാൻഡ്സ്റ്റോൺ. ഓക്കെ, ഇനി അൺസ്ട്രാറ്റിഫൈഡ്. അതിന് പ്രത്യേകിച്ച് എല്ലാം ഒരേ ലെയർ പോലെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളുടെ എന്താ പറയുക, ഇഗ്നിയസ് റോക്കൊക്കെ അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് ഗ്രാനൈറ്റാണ്. ഫോളിയേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ ചെറിയ ഷീറ്റുകളായിട്ടുള്ള റോക്കുകൾ. ഓക്കെ, അതിനാണ് ഫോളിയേറ്റഡ് എന്ന് പറയുന്നത്. അതിന് ചെറിയ ഷീറ്റായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സ്ലേറ്റ്, നമ്മളെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്ലേറ്റ്, അതതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് സിലീഷ്യസ് റോക്ക്, ആർജിലേഷ്യസ് റോക്ക്, അതേപോലെ തന്നെ കാൽക്കാരിയസ് റോക്ക്. സിലീഷ്യസിൽ വരുന്നത് ഗ്രാനൈറ്റ് ആണ്. സിലിക്ക ആയിരിക്കും അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. ആർജിലേഷ്യസ് എന്ന് പറയുമ്പോൾ അലുമിനിയാണ് അല്ലെങ്കിൽ ക്ലേ ആണ് അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. എക്സാമ്പിൾ സ്ലേറ്റ്. കാൽക്കാരിയസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം കാർബണേറ്റ് ആയിരിക്കും അതിൻ്റെ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. മാർബിൾ ആയിരിക്കും അതിൻ്റെ മെയിനായിട്ട് വരുന്ന എക്സാമ്പിൾ. ഓക്കെ, ഇനി നമ്മൾ പറയേണ്ടത് എന്താണ്? നമ്മളുടെ ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിൽഡിംഗ് സ്റ്റോൺ. ഒരു 5 or 6 ക്യാരക്ടറിസ്റ്റിക് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ടെക്സ്ചർ എങ്ങനെയായിരിക്കണം, പോറോസിറ്റി എങ്ങനെയായിരിക്കണം, ഹാർഡ്നെസ് എത്ര ഉണ്ടാവണം, സീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം മാസം നമ്മൾ സീസൺ ചെയ്യണം. ഓക്കെ, പിന്നെന്താണ് ഫയർ റെസിസ്റ്റൻസ് കപ്പാസിറ്റി, ഡ്യൂറബിലിറ്റി, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റോണിൽ പറയണ വേറെ കാര്യങ്ങൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലായിട്ട് അങ്ങനെ കൂടുതൽ ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോൺ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ. ഓക്കെ, ഇനി വരുന്നത് രണ്ടാമത്തെ ടോപ്പിക്കാണ് ക്ലേ. ക്ലേയിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതിൻ്റെ കോമ്പോസിഷൻ. ഓക്കെ, ഒരു ഗുഡ് ബ്രിക്ക് എർത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. സാലിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞിരുന്നു. സിലിക്ക, അലുമിന, പിന്നെന്താണ് ലൈമ്, ഐ എന്ന് പറഞ്ഞാൽ എന്താണ് അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ. ഓക്കെ, സിലിക്ക, അലുമിനിയ, ലൈം, അയൺ ഓക്സൈഡ്, മഗ്നീഷ്യ. ഈ 5 കോൺസ്റ്റിറ്റ്യൂൻ്റ് ചേർന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, നമ്മളുടെ ബ്രിക്ക് എർത്ത് ഉണ്ടാക്കുന്നത്. ബ്രിക്ക് എർത്ത് എന്ന് പറഞ്ഞാലും ക്ലേ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ സിലിക്കയാണ് അതിൻ്റെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അതാണ് അതിൽ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റി ഒക്കെ കൊടുക്കുന്നത്. അലുമിന എന്താ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും ഫങ്ഷൻ ഓഫ് അലുമിന ഇൻ ബ്രിക്ക് എർത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസ്റ്റിസിറ്റിയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ചുവപ്പ് കളർ ഏതാ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ ഓക്സൈഡ്. ഓക്കെ, ലൈം അതിൽ ആക്ട് ചെയ്യണത് എന്തായിട്ടാണ്, ഒരു ഫ്ലക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യണത്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. പിന്നെ മാനുഫാക്ചറിങ് മെത്തേഡ്സ് ഉണ്ട്, ആ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, എല്ലാം കൂടി ചോദിക്കുന്നൊന്നും ഞാൻ പറയണില്ല, പക്ഷെ ചിലപ്പോൾ 1-2 സ്റ്റെപ്പുകളൊക്കെ ചോദിച്ചു. ഓക്കെ, ബ്രിക്ക് എർത്ത് ഉണ്ടാക്കേണ്ട മെത്തേഡ്സ് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ചോദിക്കും. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ക്ലാമ്പ് ബേണിംഗ്, കിൻ ബേണിംഗ്. ഓക്കെ, ക്ലാമ്പ് എന്ന് പറഞ്ഞാൽ ടെമ്പററി സ്ട്രക്ചറാണ്. ഓക്കെ, കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് നമ്മൾ ഉണ്ടാക്കാറ്. അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ ഹോഫ്മാൻ കിന്നിൻ്റെ ഒരു ഫിഗർ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ നോട്ട്ബുക്കിൽ ഞാൻ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കുക. ഓക്കെ, പിന്നെന്താണ് പഠിക്കേണ്ടത്, ഗുഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്രിക്ക്, അതൊന്ന് നോക്കിയിട്ട് പോവുക. ഒരു 5-6 ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി പോവുക. അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ എന്താ പറയുക, ഓരോ കോർണേഴ്സൊക്കെ കറക്റ്റ് ഷേപ്പിലായിരിക്കണം, യൂണിഫോം സൈസ് ആയിരിക്കണം, ട്രൂ ആയിരിക്കണം ഷേപ്പ്, ഷാർപ്പായിരിക്കണം. എഡ്ജസൊക്കെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിനിമം ക്രഷിങ് സ്ട്രെങ്ത്ത് 10.5 Nm/mm² ആയിരിക്കണം. അത് ഒരു നിശ്ചിത ഹൈറ്റിൽ നിന്ന്, ഓക്കെ, ഒരു 1.2 മീറ്റേഴ്സ് ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ അത് പൊട്ടാൻ പാടില്ല. ഓക്കെ, ഹാർഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിംഗറിൻ്റെ നെയിൽ, നമ്മളെ നഖം വെച്ചിട്ട് അതിൽ ഇമ്പ്രഷൻ ഉണ്ടാക്കുമ്പോൾ ഇമ്പ്രഷൻ ആവാൻ പാടില്ല. സൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ 2 ബ്രിക്ക് നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ അതിലൊരു മെറ്റാലിക് റിങ്ങിങ് സൗണ്ട് ഉണ്ടാവാൻ പാടില്ല. മെറ്റാലിക് റിങ്ങിങ് സൗണ്ട് ആയിരിക്കണം ഉണ്ടാവണേണ്ടത്. ഓക്കെ, പിന്നെന്താണ് ആ ഒരു സ്ട്രക്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ ഇഷ്ടിക പൊട്ടിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു യൂണിഫോം സ്ട്രക്ചർ ആയിരിക്കണം, അതിൽ ക്രാക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കാലാവസ്ഥേനെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഉണ്ടാവണം. പോറോസിറ്റി എന്ന് പറയുമ്പോൾ 20% വരെ ഈർപ്പത്തിനെ വലിക്കാനുള്ള കഴിവ്, എന്താ പറയുക, അത്രത്തോളം ഈർപ്പം വലിച്ചാൽ മതി, അതിൻ്റെ കൂടുതൽ വലിക്കാൻ പാടില്ല. ഓക്കെ, 24 മണിക്കൂർ വെള്ളത്തിലിടുമ്പോൾ. പിന്നെ ഫ്ലോറസെൻസിൻ്റെ കാര്യം പറഞ്ഞു. ആൽക്കലി സാൾട്സിൻ്റെ പ്രസൻസ് അതിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലൊരു വെള്ള പാണ്ട് പോലെ പിടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്, ഒരു പരിധി വരെ ഒരു ടെമ്പറേച്ചർ 1220 ഡിഗ്രി സെൽഷ്യസ് വരെ അതിന് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്സിന്. ഓക്കെ, പിന്നെ പറയേണ്ടതാണ് നമ്മളുടെ സ്റ്റോൺ വെയർ പൈപ്പ്, എർത്തൻ വെയർ പൈപ്പ്, അതും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഇനി ലൈം എന്നുള്ള പോർഷനിലാണെങ്കിൽ ക്വിക്ക് ലൈം എന്താണ്, ഹൈഡ്രോളിക് ലൈം എന്താണ്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, പ്യുവർ ലൈം എന്താണ്, ഹൈഡ്രോളിക് ലൈം, ഹൈഡ്രേറ്റഡ് ലൈം, ഓക്കെ, ഫാറ്റ് ലൈം, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. സ്ലേക്കിംഗ്, ഓക്കെ, സ്ലേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളവുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ വരുന്ന ഒരു പ്രോസസ്സാണ് സ്ലേക്കിംഗ്. പിന്നെ കാൽസിനേഷൻ, ഹീറ്റ് ചെയ്യണ പ്രോസസ്സാണ്. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്യണ പ്രോസസ്സിന് എന്താ പറയുക, കാൽസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്ലേക്കിംഗ് എന്താണ്, അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. പിന്നെ പറയേണ്ട 4ാമത്തെ ടോപ്പിക്കാണ് സിമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. ഓക്കെ, സിമെൻറ്റിൽ അതേപോലെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് എന്തൊക്കെയാണ് അതൊന്ന് നോക്കിയിട്ട് പോവുക. സിമെൻറ്റിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ്സ്, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വെറ്റ് പ്രോസസ്സ്, ഡ്രൈ പ്രോസസ്സ്. ഓക്കെ, അതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയാണ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോഫെറൈറ്റ്, ട്രൈ കാൽഷ്യം അലുമിനേറ്റ്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. എന്തൊക്കെയാണ് ആർജിലേഷ്യസ് മെറ്റീരിയൽ, കാൽക്കാരിയസ് മെറ്റീരിയൽസ്, അതെന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് മിക്സ് ചെയ്യണത്, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യണത്, പിന്നെ റോട്ടറി കില്ലിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്, അത് ഗ്രൈൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനത്തെ ക്ലിങ്കേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, റോട്ടറി കില്ലിലാണ് നമ്മളത് ഹീറ്റ് ചെയ്യണത്. അങ്ങനെ എല്ലാം കൂടി എല്ലാ പ്രൊസീജിയേഴ്സും ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഈ ക്ലിങ്കേഴ്സ് നമ്മൾ പൊടിച്ചതിന് ശേഷം ജിപ്സം ആഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് എന്ത് കിട്ടണത്, ഈ ഒരു 90 മൈക്രോൺ സീവിലൂടെ പാസ് ചെയ്തിട്ടുള്ള നമുക്ക് സിമെൻറ്റ് കിട്ടണത്. അത് 50 കിലോഗ്രാം
എന്താ പറയുക, ബാഗിലാണ് ഫില്ല് ചെയ്യുക. ക്യൂബിക് മീറ്ററിൽ പറയുമ്പോൾ എത്രയാണ്, 0.3472 ക്യൂബിക് മീറ്ററിലാണ് അത് നമുക്ക് കിട്ടാറ് പൊതുവെ. പിന്നെ കുറേ ടൈപ്സ് ഓഫ് സിമെൻ്റ് ഉണ്ട്. അതിൽ നമ്മൾ കുറച്ച് ഒരു 2-3 പഠിച്ചിട്ട് പോവുക. റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, ഹൈ അലുമിന സിമെൻറ്റ്, ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, വൈറ്റ് സിമെൻറ്റ്, ഓർഡിനറി പോർട്ട്ലൻഡ് സിമെൻറ്റ്, ഒരു 5 സിമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് പോവുക. ഒരു 2-3 പോയിൻ്റെങ്കിലും എഴുതാൻ പറ്റണം. ഓക്കെ, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ്, പിന്നെന്താണ് ഹൈ അലുമിന സിമെൻറ്റ്, ഇതൊക്കെ നമ്മളൊന്ന് നോക്കി പോയതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ടെസ്റ്റ് ഓൺ സിമെൻ്റാണ്. ടെസ്റ്റ് ഓൺ സിമെൻറ്റിൽ നമ്മൾ ബേസിക്കലി ടെസ്റ്റ് ചെയ്യണത് 4 ടെസ്റ്റുകളാണ് ബേസിക്കലി പറയണത്. ഫൈനസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സെറ്റിംഗ് ടൈമിൽ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം, പിന്നെ സൗണ്ട്നെസ് ടെസ്റ്റ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഏത്, നമ്മളുടെ കൺസിസ്റ്റൻസി ടെസ്റ്റും ഇനീഷ്യൽ സെറ്റിങ്ങും ഫൈനൽ സെറ്റിംഗ് ടൈമും ചെയ്യണത് വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ്. ഫൈനസ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് IS മൈക്രോൺ സീവ് ഉപയോഗിച്ചിട്ടാണ്, 90 മൈക്രോൺ സീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യണത്. ഓക്കെ, 100 ഗ്രാം സിമെൻ്റ് എടുക്കുക, 90 മൈക്രോൺ സീവിൽ അരിക്കുക. ഓക്കെ, ഒരു 10-15 മിനിറ്റ് നമ്മൾ അരിക്കുക. അതിൽ എത്രത്തോളം റെസിഡ്യൂ റിമെയിൻ ചെയ്യും അതിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫൈനസ് ടെസ്റ്റ് ചെയ്യണത്. പിന്നെ കൺസിസ്റ്റൻസി ടെസ്റ്റാണ് ചെയ്യണത്. കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എത്രത്തോളം വെള്ളം നമുക്ക് സിമെൻറ്റിൽ ആവശ്യമുണ്ട്. ഓക്കെ, ഒരു നിശ്ചിത അളവ് സിമെൻറ്റ് എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്തിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. അതിന് ആ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് കൺസിസ്റ്റൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ വിക്കറ്റ് അപ്പാരറ്റസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലാണ് പ്ലഞ്ചർ. പിന്നെ നമ്മൾ നീഡിലാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനീഷ്യൽ സെറ്റിംഗ് ടൈമിന് നീഡിൽ ഉപയോഗിക്കും. നീഡിൽ വിത്ത് ആനുലാർ കോളർ ഉപയോഗിക്കുന്നത് ഫൈനൽ സെറ്റിംഗ് ടൈമിലാണ്. ഓക്കെ, ആ ടെസ്റ്റുകളൊന്ന് നോക്കിയിട്ട് പോവുക. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ചോദിക്കാറ്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യമാണ് സൗണ്ട്നെസ് ടെസ്റ്റ്. സൗണ്ട്നെസ് ടെസ്റ്റ് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നത് ചില സമയത്ത് ചോദിക്കാറുണ്ട്. അതിൽ ഫ്രീ ലൈമും മെഗ്നീഷ്യൻ്റെ കണ്ടൻറ്റ്, ഓക്കെ, അതിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ബേസിക്കലി സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യണത്. അതിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസിൻ്റെ പേര് ലീ ചാറ്റ്ലിയർ അപ്പാരറ്റസ്. അതും ഒന്ന് നോക്കി വെക്കുക. സൗണ്ട്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്, അതിൻ്റെ വലുപ്പം കൂടി വരും. ഓക്കെ, വെള്ളത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ക്വാണ്ടിറ്റി ഇങ്ങനെ കൂടി വരും. ആ ഒരു എക്സ്പാൻഷൻ എത്രത്തോളം ഉണ്ട്, അതിനൊരു പരിധി ഉണ്ട്. ആ പരിധി എത്രയാണ്, അതാണ് നമ്മൾ സൗണ്ട്നെസ്സിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ സിമെൻ്റ് എന്ന പോർഷനിൽ വരുന്ന ഒരു കാര്യം. പിന്നെ വരുന്നതാണ് സാൻഡ്. സാൻഡിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യം എന്താണ് റിവർ സാൻഡ്. ഓക്കെ, പിന്നെന്താണ് നമ്മളെ ബൾക്കിംഗ് ഓഫ് സാൻഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് എന്താണ് ബൾക്കിംഗ് ഓഫ് സാൻഡ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്രീസ് ഇൻ വോളിയം ഓഫ് സാൻഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. മോയ്സ്ചറിൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ സാൻഡിൻ്റെ മുഖത്ത് മുകളിൽ ഒരു മോയ്സ്ചറിൻ്റെ ഒരു ലെയർ ഫോർമേഷൻ ഉണ്ടാവും. ആ ലെയർ ഫോർമേഷന് കാരണം സാൻഡിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയണത്, ബൾക്കിംഗ് ഓഫ് സാൻഡ് എന്ന് പറയണത്. ഓക്കെ, അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രശ്നം കാരണം എന്താണ്, എല്ലാ പാർട്ടിക്കിൾസും എന്താണ് കുറച്ച് തെന്നി മാറും. ഓക്കെ, സാൻഡിൻ്റെ പാർട്ടിക്കിൾസ്. അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ കൂടി ഒന്ന് പഠിക്കുക, സാൻഡിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഉള്ളത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് മോർട്ടാറാണ്. മോർട്ടാർ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണ്ട എന്നേ ഞാൻ പറയുള്ളൂ. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് അല്ല മോർട്ടാർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഇനി പറയേണ്ടത് കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സിമൻറ്റ്, സാൻഡ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ. ഓക്കെ, അതിൻ്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് പഠിച്ചിട്ട് പോവുക. ഒരു 3 പോയിൻ്റെങ്കിലും പഠിച്ചിട്ട് പോവുക. സിമൻറ്റ്, സാൻഡ്, അതേപോലെ കോഴ്സ് അഗ്രിഗേറ്റ്, ഇതിൻ്റെ 3 ഫങ്ഷൻസ് ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താണ് വർക്കബിലിറ്റി ടെസ്റ്റുകളാണ്. വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി. ഓക്കെ, വാട്ടർ സിമെൻറ്റ് റേഷ്യോ, അതിൻ്റെ എന്താ പറയുക അഗ്രിഗേറ്റിൻ്റെ ഷേപ്പ്, സിമെൻറ്റിൻ്റെ ക്വാളിറ്റി, നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി, അതേപോലെ എഫിഷ്യൻസി ഓഫ് മിക്സിങ്. ഓക്കെ,
അതിൻ്റെ പ്രൊപ്പോർഷൻ, കോസും ഫൈൻ അഗ്രിഗേറ്റിൻ്റെ ഒക്കെ പ്രൊപ്പോർഷൻ, അതിൻ്റെ ഗ്രേഡിങ്, അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യണത് ഓക്കെ. ഇതൊക്കെ ഈ ഫാക്ടേഴ്സൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മളുടെ വർക്കബിലിറ്റീനെ അഫക്റ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഈ പറഞ്ഞ. ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണ്. ഓക്കെ. അപ്പോൾ വർക്കബിലിറ്റി എന്താണെന്ന് ചില സമയത്ത് ചോദിക്കാറുണ്ട്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം എളുപ്പം നമുക്ക് കോൺക്രീറ്റ് മിക്സ് ചെയ്യാൻ പറ്റും. വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാനുള്ള ഈസിനെസ് വിത്ത് വിച്ച് വി ക്യാൻ മിക്സ്, ട്രാൻസ്പോർട്ട്, പ്ലേസ് ആൻഡ് കോമ്പാക്റ്റ്. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയണത്, വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാക്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ വെള്ളം കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കോൺക്രീറ്റ് വർക്കബിൾ കൂടുതലാവും. പക്ഷെ അതൊരു പരിധി വരെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അളവിനെയാണ് നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ആ വാട്ടർ സിമെൻറ്റ് റേഷ്യോൻ്റെ അളവാണ് നമ്മൾ ബേസിക്കലി പറയാറ് 0.4 to 0.6 ആണ് നമ്മൾ ഒരു നിശ്ചിതമായിട്ട് നമ്മൾ വാട്ടർ സിമെൻറ്റ് റേഷ്യോ എടുക്കേണ്ട ഒരു അളവ്. അതിൻ്റെ കൂടുതലായി കഴിഞ്ഞാൽ അതിലെന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, സെഗ്രിഗേഷനുള്ള ഡിഫക്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഡിഫക്റ്റുകളുണ്ട്. ഹണി കോമ്പിങ് അങ്ങനത്തെ ഒക്കെ ഡിഫക്റ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇതതിൻ്റെ ഒപ്പം ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. വർക്കബിലിറ്റീൻ്റെ പല ടെസ്റ്റുകളുണ്ട്. സ്ലം ടെസ്റ്റ് ഉണ്ട്, കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഉണ്ട്. സ്ലം ടെസ്റ്റാണ് ഏറ്റവും കൂടുതൽ തവണ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ. സ്ലം ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെ പറയുന്ന പേര് സ്ലംബ് കോണാണ്. ചിന്തിക്കേണ്ട കാര്യം, സ്ലംബ് കോണിൻ്റെ എന്താ പറയുക, ടോപ്പ് ഡയമീറ്റർ 10 സെൻറ്റിമീറ്റർ,